മോള് ചെയ്ത ഒരു തെറ്റ് വാപ്പ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി ഞാനിത് ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഗ്രൂപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ലൂപ്പാണ്. അതിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പെങ്കൊച്ച് ട്രാപ്പിഡാണ്. അവളെ വിചാരം എന്താണെന്നറിയാമോ? ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര കേടിയാണ്, നമ്മളെല്ലാവരും ആട്ടിപ്പടച്ച് വെച്ചിരിക്കുകയാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ആക്ച്വലി ഇവളെ എല്ലാവരോടും എടുത്ത് ഉടുക്കുന്ന സീനാണ് ഇനി കാണാൻ പോകുന്നത്. ഇത്രയും അധികം മോശം ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് കൂട്ടുകാരനായ സായി പോലും എടുത്തു വെച്ച് ഉടുത്തിരുന്നു. ഒരു കാര്യമുണ്ട്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സായി എന്ന കള്ളന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ആക്ച്വലി നമ്മളോടൊക്കെ സായി പറയുന്നതൊക്കെ യഥാർത്ഥ ചിത്രമാണെന്ന് വെച്ചാൽ അല്ല, ഒരു ഫേക്കാണ് അവൻ. അതിന്റെ തെളിവാണ് ഇപ്പോൾ കപീഷ് പുറത്തു വിട്ടിരിക്കുന്ന ഒരു വോയിസ്. അവന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി അതിനകത്ത് തെറിയാണ്, പച്ച തെറിയാണ് വിളിക്കുന്നത്. ഈ പറയണ സായിയെ വിളിച്ചിട്ട് KD ജാഫർ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എൻ്റെ മകളുടെ പാവാട തുമ്പിൽ നിന്ന് അവനോട് മാറി നടക്കാൻ പറ, എനിക്ക് അവിടുത്തെ കപ്പും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ കൊച്ചിനെ ഒന്ന് ഒഴിവാക്കാൻ പറ എന്ന രീതിയിൽ സായി പറഞ്ഞു കൊടുക്കുകയാണ്. വോയിസ് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കേൾപ്പിക്കാം. ആ വോയിസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അയാൾ നന്നായി ഇടപെട്ടിട്ട് ആ പെങ്കൊച്ചിനെ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വാസ്തവത്തിൽ സേവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യുക. ഇതിനകത്ത് എഗ്രിമെൻറ്റ് മണ്ണാൻ കെട്ടിയൊന്നുമില്ല. എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു മൈനസ് പോയിന്റ് വരുന്നുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് എൻ്റെ കുട്ടീനെ രക്ഷപ്പെടുത്തണം, ഈ ഒരു കളി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് സ്ട്രോങ് ആയിട്ട് അയാൾക്ക് പറയാം. ഒരു തർക്കമില്ല, അപ്പൻ്റെ ആവശ്യമില്ല, വിട്ടുകൊടുക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഫോൺ കോളിന് പോലും ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവുക. ആ ഫോൺ നമ്മളെ കേൾപ്പിക്കാതിരുന്ന അതായിരിക്കും. പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ടായിരിക്കാം. പക്ഷെ കൺവിൻസ് ചെയ്ത് കാണും ഹാഫിസ് ആൻഡ് ടീം. എനിക്കിനിയിപ്പോൾ വിടക്കാക്കി തനിക്കാക്കുന്ന ടൈമാണ് ഇവർ കൊണ്ടു കിടക്കണേ, അതോ ഇവരെല്ലാവരുടെ വട്ടത്തിൽ പിടിച്ച് അതിനകത്തിരുത്തി ഇങ്ങനെ പറ്റിച്ചതാണോ എന്നും അറിയത്തില്ല. ഏതായാലും വളരെ ഡൗട്ട് തോന്നുന്ന ഒരു പ്രത്യേകതരം സാഹചര്യത്തിൽ കൂടെയാണ് ഈ പറയുന്ന മുല്ലപ്പൂ ആൻഡ് ടീംസ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത്രയും ദിവസം കൂടെ നിന്ന് മുല്ലപ്പൂവിന് വേണ്ടി പലരുടെ ചാനലുകളും പൂട്ടിച്ച ഈ വിവി പോലും ഇപ്പോൾ തിരിഞ്ഞു നിന്ന് സംസാരിക്കണമെങ്കിൽ സംതിങ് സംവെയർ കുക്കിംഗ് അപ്പ്. മാത്രമല്ല പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെയൊക്കെ സൂചിപ്പിച്ചിട്ടായിരിക്കും ആളങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അതിൽ കിട്ടാതെ വരുന്ന സ്ഥിതിയിലും ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംശയിക്കാവുന്നതാണ്. ഏതായാലും ഇവൻ പുറത്തു നിന്നുകൊണ്ട് ഇയാൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായി പുറത്തു നിന്ന സമയത്ത് ബിഗ് ബോസിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് സായി ഇട്ട വീഡിയോയിൽ ഈ ജാസ്മിൻ്റെ വാപ്പായെ പറ്റി പടുമോശം പറയുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ പോയി നിന്നു, അതങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ബ്ലോക്കല്ല, അതല്ല, കള്ളമാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിനോട് വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആ ലിങ്ക് ആണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ അപ്പ് ആകുന്നത്. ുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ കീറി അവരോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തിൽ പിടിച്ചുകൊണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളും അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല. ഇപ്പൊ അതല്ലേ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാലി പിടിച്ച് പറയാൻ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ കൂടി പറ്റുമെങ്കിൽ ആദ്യം ഓക്കെ സായി പറയുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഗെയിം കാണും എന്നായാലും ഇതിലൊന്നും വിശ്വസിക്കാൻ പോകണ്ട. ബട്ട് ഈ ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് KD കാക്കയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അല്ല KD കാക്ക, അവിടെ ഒരുപാട് പെങ്കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവരുടെ ആരുടെയും പാവാട പിടിക്കണമെന്ന് എന്താ തോന്നാതിരുന്ന ചപ്രി എന്താണ് ഈ നിന്റെ മോളെ തന്നെ പാവാട കയറി പിടിച്ചത്? നിന്റെ മോള് പാവാട കൊണ്ട് കൊടുത്തിട്ടല്ലയോ? എത്രയോ പെങ്കൊച്ചുങ്ങളോട് ഉണ്ടായിരുന്നു. റസ്മിൻ ഉണ്ടായിരുന്നു, പിന്നെ ശ്രീതു ഉണ്ട്. ഇവരൊക്കെ കല്യാണം കഴിക്കാത്ത കുട്ടികൾ തന്നെയല്ലായിരുന്നോ? അവർക്കൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അവരെ ആരെയും ഞോണ്ടാതെയും അവരാരുടെയും പാവാട വലിച്ച് പിടിക്കാതെയും നിന്റെ മോളുടെ പാവാട പിടിക്കുകയും ബ്ലൗസിനകത്ത് കൈയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പം? വളർത്തു ദോഷമല്ലല്ലോ. നീ മുച്ചീട്ട് കളിച്ചുണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിയിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത ആപ്പുകളിലിട്ട് ഇത്രയധികം അവഹേളനം അതിന് വാങ്ങിച്ചു കൊടുത്തിട്ട് നീ നല്ലൊരു തന്തയായിരുന്നെങ്കിൽ ഇങ്ങനെ അതിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് കഥ പറയുകയല്ലേ വേണ്ടത്. ഫോണ് വിളിച്ചിട്ട് നീ പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാത്ത മോള് സായി പോയി പറയുമ്പോൾ കേൾക്കുമെന്ന് വിചാരിക്കുന്ന തന്ത ഒരു പ്രത്യേകതരം തന്തയാണ്. എത്ര ദിവസം നിൽക്കുന്നോ അത്ര ദിവസം വെച്ച് 30,000 വെച്ച് കിട്ടും. പണമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഒരു പരട്ട തന്ത
നാട്ടിലുള്ള ആണുങ്ങളെ തെറി വിളിക്കുന്നത്. നിനക്ക് ചപ്രിയെ തെറി വിളിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ചപ്രിക്ക് പിന്നെയും യോഗ്യതയുണ്ട്. അവനിക്ക് പുറത്തെ കഥയോ അവളുടെ ക്യാരക്ടറോ ഒന്നും അറിയാത്തതുകൊണ്ട് ഒരു പെങ്കൊച്ച്, അവൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടി, അതിനെ കണ്ടപ്പോൾ അതിനെ ഇഷ്ടം തോന്നി. അതൊരു ന്യായമായ കാര്യമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നീ എന്തടിസ്ഥാനത്തിലാണ് അവനെ തെറി വിളിക്കുന്നത്? നിന്റെ മോളെ പറയുന്നതിന് പറഞ്ഞ് നീ അവളെയാണോ അവനെയാണോ പറയുന്നത്? അവൻ കാരണമാണോ? പിന്നെ അവൻ അങ്ങോട്ട് ചെന്നങ്ങ് ചാടി. ഒറ്റ ദിവസം ഒരാഴ്ചക്കകത്ത് തന്നെ കയ്യും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവക്കൊരു കോമൺ സെൻസ് വേണ്ടായ? ക്ലാരിറ്റി വേണ്ട? ക്ലാരിറ്റി ഇല്ല. പുറത്ത് വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ട് അകത്തേക്ക് പോയി വരുത്തിക്കുക, ക്ലാരിറ്റി ഇല്ല. എന്തോന്ന് ക്ലാരിറ്റി വരാനാണ്? പുറത്തുള്ള വിവാഹം, അതും പ്രണയ വിവാഹം. അതിന് മുമ്പൊരെണ്ണം, അതും പ്രണയം. അതിന് മുമ്പൊരെണ്ണം, അതും പ്രണയം. ഈ പ്രണയം എന്താണെന്ന് പോലും ആ കൊച്ചിന് അറിയാൻ വയ്യ. അമ്മാതിരി അതിന് വിവാഹം കഴിക്കണം എന്ന് തന്നെ പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടീനെ ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് കേടി ഇപ്പം വെളുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. ഞാൻ കേടിയെ പറ്റി പറയാനല്ല ഇതെടുത്തിട്ടത്. കാരണം ഇവൻ ഈ വോയിസ് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത്. എന്തായാലും ഈ കോൾ വിളിച്ചിട്ടുള്ളത് സായിയെ തന്നെയാണല്ലോ. അപ്പോൾ സായിയുടെ ഫോണിൽ നിന്നുള്ള റെക്കോർഡിംഗ് എന്നാണല്ലോ ഇങ്ങോട്ട് അയച്ചു വിട്ടത്. മുമ്പ് ഞാൻ സായിയായിട്ടുള്ള ഒരു സാധനം പുറത്തേക്ക് വിട്ടപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയായ നടപടിയായിരുന്നു. ഇപ്പം എന്ത് പറയണം നിങ്ങൾ? ഇപ്പം എങ്ങനെയുണ്ട്? പേഴ്സണൽ സംസാരം എടുത്ത് പുറത്തിടാം അല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാവരുടെ വട്ടം പിടിച്ച് ആ കൊച്ചിനെ അതിനകത്താക്കിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പെങ്കൊച്ചിൻ്റെ ചുറ്റും നിന്ന് ഇവരെല്ലാവരും കൂടെ ചേർന്നങ്ങ് പിച്ചി ചീന്തുകയാണ്. ഒന്നാതെ അതിനെ എല്ലാവരും കൂടെ ഏറി കയറ്റി വലിച്ചു കീറി പട്ടമാക്കി വെച്ചിട്ടുണ്ട്. നീ വെറ്റുകൾ ഇറങ്ങി വന്ന് എന്താകുന്നോ എന്തോ. എന്തായാലും കൊള്ളാം. സഹതാപമാണ് എനിക്കിപ്പോൾ ആ കൊച്ചിനോടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ സഹതാപവും. കാരണം അവൾ വിചാരിക്കുന്ന അവൾ വലിയ കേടിയാണ്, ഭയങ്കര റാണിയാണ്, ഭയങ്കര സംഭവമാണെന്ന്. അവൾ വെറും പോയി എന്നുള്ളത് അവൾക്ക് ഇനിയേ മനസ്സിലാവുള്ളൂ. കഷ്ടം തന്നെ, ഒന്നും പറയാനില്ല. ഈ തന്ത ഒരുത്തനാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഇയാൾക്ക് മര്യാദയ്ക്ക് ആ കൊച്ചിനെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവരാമായിരുന്നു. ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് സോൾവ് ചെയ്യുമായിരുന്നു. ആ കപ്പും ആ പണവുമാണ് അയാളുടെ ഉദ്ദേശം. അത് കിട്ടുമ്പം അണ്ണാക്കിൽ അടിച്ചുകൊണ്ടിരിക്കും. അത്ര തന്നെ, എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്.